കൂട്ടുകാരെ എല്ലാവർക്കും ഋതുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ നമ്മൾ ആഗസ്റ്റ് മാസത്തിലേക്ക് കടന്നിരിക്കുകയല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്നറിയാമോ? ഈ ആഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം മഴ പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെയിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ വിളകളാണ് ഈ മഴ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് നടാൻ പറ്റുന്നതെന്നും എന്തൊക്കെ വിളകളാണ് നമ്മൾ ഈ സമയത്ത് മാറ്റി വയ്ക്കേണ്ടതെന്നും ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു കൃഷി കലണ്ടറാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ളത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനം കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് വെറുതെ കളയുന്ന പഴത്തൊലിയും ഉള്ളിത്തൊലിയും മുട്ടത്തോടും കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കൊണ്ട് നമ്മളൊരു സൂപ്പറായിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറും കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം രണ്ടെണ്ണവും ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം കേട്ടോ, എന്നാലേ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം മഴയുടെ ഈർപ്പം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങൾ നടാനുള്ള സമയമാണ്. അതുപോലെ തന്നെ അവൻ്റെയൊക്കെ ചുവട്ടിലോട്ടുണ്ടല്ലോ നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കേണ്ട സമയം കൂടാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ വള്ളിപ്പയറും കുറ്റിപ്പയറും പാവലും കോവലും പടവലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. കൂട്ടുകാരെ, ഈ പാവലും പടവലും ഒന്നും മാത്രമല്ല കേട്ടോ, നമ്മുടെ വള്ളിച്ചീര, മത്തൻ, കുമ്പളം, പീച്ചിങ്ങ, മധുരക്കിഴങ്ങ്, കൂവ, കുരുമുളക് വള്ളികൾ, മുരിങ്ങക്കമ്പ് ഇതൊക്കെ ഈ മഴ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് നടാവേ. പിന്നുണ്ടല്ലോ നമ്മുടെ ഈ പാവലിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നല്ല കായ്കളായി വരുന്നുണ്ടല്ലോ. രാവിലെ തന്നെ നമ്മളുണ്ടല്ലോ ഇതുപോലത്തെ പൂക്കൾ രാവിലെ വിരിയുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇതിലിരിക്കുന്ന പൂമ്പൊടി ഇതിലോട്ട് പറ്റിച്ച് കൊടുക്കാമെങ്കിലുണ്ടല്ലോ കായായിട്ട് തന്നെ കിട്ടുവേ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മഴ കാരണം ഒഴുകിപ്പോവും കേട്ടോ ഇതിൻ്റെ പൂമ്പൊടി, പിന്നെ നമുക്ക് ആ കായ്കൾ നഷ്ടമായി പോവേ. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് ചീരയൊക്കെ നടാം, പക്ഷെ ഇത് കണ്ടോ ഇതുപോലെ വാടിയൊക്കെ പോവേ. ഇതിന് വെള്ളമൊന്നും അധികം കെട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് നശിച്ചു പോയി ചീരയൊക്കെ കേട്ടോ. അപ്പം മഴക്കാലത്ത് നടാൻ പറ്റാത്ത സാധനങ്ങളിലൊന്നാണ് നമ്മുടെ ചീര. പിന്നെ ബീട്രൂട്ട്, ക്യാപ്സിക്കം, വെള്ളരി ഇതൊക്കെ ഉണ്ടല്ലോ മഴ സമയത്ത് പുറത്ത് നട്ടാലുണ്ടല്ലോ ഇതിൻ്റെ കായകളൊക്കെ പിടിച്ച് കിട്ടാൻ വലിയ താമസമാണ്. എന്നുവെച്ചാൽ ഇത് കായായാലും ചിലപ്പോൾ ഈ മഴ കാരണം അത് അഴുകിപ്പോവും കേട്ടോ. നമ്മുടെ പച്ചമുളകും തക്കാളിയൊക്കെ നമുക്കിപ്പോൾ ഈ സമയത്ത് നടാം, പക്ഷേ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നല്ലതായിട്ട് പൊക്കി വാരം കോരിയൊക്കെ നടേണ്ടി വരുവേ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉള്ളിത്തൊലിയും മുട്ടത്തോടും എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെക്കാവേ. അപ്പോൾ ഉണ്ടല്ലോ ഇതിന് ശേഷം ഉണ്ടല്ലോ ഞാൻ ഇതിലോട്ട് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്മെല്ലും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ അടച്ച് ഒരു 3 ദിവസം നമുക്കിങ്ങനെ സൂക്ഷിക്കാതെ അതിന് ശേഷം ഉണ്ടല്ലോ ഇത് അരിച്ചെടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. ഇതിൻ്റെ കളറ് മാറി നല്ല ഇതിൻ്റെ അകത്തെ പൊട്ടാസ്യവും കാൽസ്യവും നൈട്രജനും ഒക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു കാപ്പി കളറായിട്ട് ഇത് മാറി കഴിയുമ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ ചെടിക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ ചെടിക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.